നെടുമ്പാശ്ശേരി, തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ നിന്നും മലേഷ്യയുടെ തലസ്ഥാനമായ കുലാലംപൂരിലേക്ക് യാത്ര ചെയ്യാം. അവിടെ നിന്നും ഡെൻപാസർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പറന്നിറങ്ങാം. ഡെൻപാസറാണ് ബാലി എന്ന ഇന്തോനേഷ്യൻ പ്രോവിൻസിന്റെ തലസ്ഥാനം. പതിനേഴായിരം ദ്വീപുകളുടെ സമാഹാരമായ ഇന്തോനേഷ്യയുടെ വലിപ്പത്തിൽ 14ാം സ്ഥാനത്തുള്ള മനോഹര ഭൂമി. ഇന്തോനേഷ്യ എന്ന ദ്വീപ് സമൂഹത്തിന് മലേഷ്യ, പപ്പുവ ന്യൂഗിനി, തിമോർ എന്ന രാജ്യങ്ങളുമായി അതിർത്തികളുള്ളപ്പോൾ ഓസ്ട്രേലിയ, ഫിലിപ്പൈൻസ്, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളുമായി സമുദ്രാതിർത്തികളുമുണ്ട്. 280 മില്യൺ ജനസംഖ്യയുള്ള ഈ രാജ്യത്തിൽ 87% ജനങ്ങളും ഇസ്ലാം വിശ്വാസികളാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇസ്ലാം മത വിശ്വാസികളുള്ള രാജ്യം. ഈ രാജ്യം 3.5 നൂറ്റാണ്ടുകാലം ഡച്ച് അധീനതയിലായിരുന്നു. 2ാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ അവിടെ കടന്നുകയറി. ജപ്പാനിൽ ആറ്റം ബോംബ് വീണതോടെ അവർ പിൻവലിഞ്ഞു. അതോടെ 1945 ഓഗസ്റ്റ് 17 ഇന്തോനേഷ്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. എന്നാൽ പിൻവാങ്ങിയിരുന്ന ഡച്ചുകാർ തിരികെ വന്നു നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിച്ചു. പിന്നീടുള്ള 4 വർഷക്കാലം സുകോർണോയുടെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമങ്ങൾക്ക് 1949 ഫലം കണ്ടു. ഡച്ചുകാർ പിൻവാങ്ങി. ജാവയാണ് ഏറ്റവും വലിയ ദ്വീപ്. സുമാത്ര, പപ്പുവ തുടങ്ങിയ ദ്വീപുകളും 2ഉം 3ഉം സ്ഥാനങ്ങളിലായുണ്ട്. ഇവയിൽ പല ദ്വീപുകളും ഭൂമികുലുക്കം, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എന്നീ പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവയാണ്. 2004 സുനാമി ഈ രാജ്യത്തെ വല്ലാതെ തകർത്തു കളഞ്ഞു. 38 പ്രൊവിൻസുകളായി ഈ രാജ്യത്തെ ഭാഗിച്ചിരിക്കുന്നു. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന പ്രസിഡന്റാണ് രാജ്യം ഭരിക്കുന്നത്. ജക്കാർത്ത എന്ന ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള നഗരമാണ് ഈ രാജ്യത്തിൻ്റെ തലസ്ഥാനം. വലിപ്പത്തിൽ 14ാം സ്ഥാനത്തുള്ള ബാലിയും മറ്റു 3 ചെറുദ്വീപുകളും ചേർന്ന ബാലി പ്രോവിൻസിന്റെ തലസ്ഥാനമാണ് ഡെൻപാസർ. ബാലി മറ്റു ദ്വീപുകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അവിടുത്തെ ജനങ്ങളിൽ 86% പേരും ഹിന്ദുമത വിശ്വാസികളാണ്. നമ്മുടെ രാജ്യത്തെ രാമായണവും മഹാഭാരതവും കൊണ്ട് ധന്യമായ ദ്വീപ്. എങ്ങനെയാണ് ഹിന്ദുമതം ഇവിടെ എത്തിയെന്നതിന് കൃത്യമായ ഒരു ചരിത്രമില്ല. അഗ്നിപർവ്വതങ്ങൾ പൊട്ടിയൊഴുകി ഉണ്ടാകുന്ന ലാവാക്കല്ലുകളിൽ തീർത്ത മനോഹരങ്ങളായ ശില്പങ്ങൾ കൊണ്ട് മനോഹരമാണിവിടം. ബാലിയുടെ തീരങ്ങൾ അതിമനോഹരമാണ്. ജലവിനോദങ്ങൾ കൊണ്ട് സഞ്ചാരികളെ കൊതിപ്പിക്കുന്ന ഈ ദ്വീപിന്റെ തീരങ്ങളും ഉൾക്കടലുകളും അതിപ്രശസ്തമാണ്.
ഡെൻപാസറിൽ നിന്നും 11 കിലോമീറ്റർ യാത്ര ചെയ്താൽ പെലാബുഹാർ ബിനോ എന്ന അവരുടെ പോർട്ട് ഓഫ് ബിനോയിൽ എത്തിച്ചേരാം. ധാരാളം അന്താരാഷ്ട്ര ക്രൂയിസ് കപ്പലുകൾ വന്നും പോയിക്കൊണ്ടുമിരിക്കുന്ന ഇവിടെ സഞ്ചാരികൾക്ക് ഡിന്നർ ക്രൂസുകളും നടത്താം. ഒരു ഇന്ത്യൻ രൂപ എന്നാൽ 183 ഇന്തോനേഷ്യൻ റുപ്പയ ആണ്. ഇതുകൊണ്ട് തന്നെ വലിയ ചെലവില്ലാതെ ഇന്ത്യക്കാർക്കും അവിടെ പോയി കണ്ട് അനുഭവിച്ചു വരാം. ആ ജനത സഞ്ചാരികൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന സൗകര്യങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ വെമ്പനാട് കായലും അഷ്ടമുടിയും എന്ന് വേണ്ട കൊച്ചി കായൽ പോലും മനസ്സ് വെച്ചാൽ സ്വർഗമാകും എന്ന് തീർച്ച.